ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടും നിങ്ങളോടുമുള്ള ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയം. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി എനർജി ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു റീഡിംഗ് കണ്ടാൽ മതി. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്ത്, അതായത് ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടായിരിക്കും ഒരു ഡിസിഷൻ എടുത്തേക്കുന്നത് ആ ഒരു വ്യക്തി, അല്ലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കാം. ആ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ആ ഒരു വ്യക്തി ഒരു ഉറച്ച ഡിസിഷൻ എടുത്തു. ആ വ്യക്തി ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണ്. ആ വ്യക്തി തയ്യാറായി കഴിഞ്ഞു. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൺ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായി കാണുന്നു. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഈ ഒരു പേഴ്സൺ. ആ വ്യക്തിയുടെ ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാത്ത ഒരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിലിരിപ്പ് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്, ആ വ്യക്തി എന്താണ് മനസ്സിൽ വിചാരിച്ചേക്കുന്നത് ഒന്നും നമുക്കറിയാൻ സാധിക്കുകയില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് ഫാമിലി ലൈഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഫാമിലിക്ക് വേണ്ടിയിട്ടൊരു ഉറച്ച ഡിസിഷൻ എടുത്ത് ആ വ്യക്തി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഫ്യൂച്ചറിന് വേണ്ടിയിട്ടൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. നോക്കാം എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത്. ഈ ഒരു സമയം വല്ലാത്ത ഒറ്റപ്പെടലാണ് ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നത്. ഈ ഒരു സപ്രഷൻ്റെ വേദന സഹിക്കുകയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ. ഈ വ്യക്തി ഒരുപാട് ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളെ നഷ്ടമാക്കിയതിൽ ആ വ്യക്തി വളരെയധികം വിഷമിക്കുന്നു. നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഈ വ്യക്തി ഓർത്തെടുക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. പാസ്റ്റ് മെമ്മറീസ്, നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ സ്പെൻഡ് ചെയ്ത പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഈ വ്യക്തി ഓർത്തെടുക്കുകയാണ് ഈ ഒരു സമയം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ഈ ഒരു സമയം. ഇപ്പോൾ ലൈഫിനെ പറ്റി ഒരു പ്രതീക്ഷയാണുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക്. നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫിൻ്റെ പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് റിന്യൂ ചെയ്യാനായിട്ട് ഈ വ്യക്തി ചിന്തിക്കുകയാണ്. ആ വ്യക്തിയുടെ സോൾ ഹീലാവുന്നുമുണ്ട്. പാസ്റ്റിൽ സംഭവിച്ച എല്ലാ പെയിനിൽ നിന്നും ആ വ്യക്തിയുടെ സോൾ ഹീലാവുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തി ഇപ്പോൾ ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റി ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നു. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. കറണ്ട് എനർജി, നിങ്ങളിലേക്ക് ആ വ്യക്തി വരും. നിങ്ങളുമായിട്ടൊരു പുതിയ ബിഗിനിങ് വേണമെന്ന് തന്നെയാണ് ആ വ്യക്തിയുടെ ആഗ്രഹം. നമുക്ക് ബോട്ടം എനർജി ഏസ് ഓഫ് വാൻസ് കിട്ടിയത് കൊണ്ട് തന്നെ ആ വ്യക്തി ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരും എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ ആ ഒരു വരുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് തന്നെ വളരെ സ്ലോ ആയിട്ടുള്ള എനർജിയാണ്. പക്ഷെ നിങ്ങളിലേക്ക് ആ വ്യക്തി വരും. പക്ഷെ കുറച്ച് നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുള്ള വരും എന്ന് തന്നെയാണ് കാണുന്നത്. ആ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അവരുടെ ലൈഫിൽ. അതുകൊണ്ട് തന്നെ ആ വ്യക്തി വരും. പക്ഷെ വളരെ സ്ലോ ആയിട്ടുള്ളൊരു എനർജിയാണ് ഇത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വരും. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് തന്നെയായിരിക്കും ഈ വ്യക്തി വരുന്നത്. നിങ്ങളുമായിട്ടൊരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. പക്ഷെ ആ ഒരു വരുന്നത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു എനർജി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ കറണ്ട് എനർജിയിലാണ് ഇപ്പം നമ്മൾ നോക്കിയത്. അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുള്ള ഫീലിങ്സ് നോക്കുമ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ആ ഒരു തീരുമാനവുമായി ആ ഒരു ഉറച്ച ബോധ്യത്തോടു കൂടി ആ വ്യക്തി മുന്നോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ്റെ വേദന ആ വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. നിങ്ങളെ അവർ മിസ്സ് ചെയ്യുന്നു ഈ ഒരു സമയം.
നിങ്ങളെ പറ്റിയുള്ള പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഓർത്തെടുക്കുകയാണ്. ഇപ്പോൾ ആ വ്യക്തി ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ നിങ്ങളെ പറ്റിയിട്ടുള്ള പാസ്റ്റ് മെമ്മറീസും നിങ്ങളുമായി സ്പെൻഡ് ചെയ്ത സമയങ്ങളും എല്ലാം ആ വ്യക്തി ഓർത്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ നിങ്ങളുടെ ജീവിതം റിന്യൂ ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. പാസ്റ്റിൽ സംഭവിച്ച മിസ്റ്റേക്കുകളെല്ലാം മനസ്സിലാക്കി നിങ്ങളുമായിട്ടുള്ള ബന്ധം റിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ സോൾ ഹീലാവുകയാണ് ഈ ഒരു സമയം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നൽകും എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ അത് വ്യക്തിയുടെ സ്ലോ എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരും, പക്ഷേ കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ വ്യക്തിയുടെ കറണ്ട് എനർജിയിൽ. ഇനി നമുക്ക് തേർഡ് പാർട്ടിയോടുള്ള എനർജി നോക്കാം. ഇത് നിങ്ങളുടെ എനർജി ആയിരുന്നു. യൂണിവേഴ്സ് എന്താണ് തേർഡ് പാർട്ടി? ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളായിരിക്കാം, ഒരു ഫാമിലി മെമ്പർ ആയിരിക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണെന്നാണ് കാണുന്നത്. അവർ പോലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം അവളുടെ റിലേഷൻഷിപ്പിൽ ഒരു തകർച്ച ഉണ്ടായത്. അതാണ് പെയിൻഫുൾ എൻഡിങ് ഉണ്ടായത്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് തോന്നുന്ന ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയം? നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജി നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൻ്റെ ഏത് സിറ്റുവേഷനിലും ആ വ്യക്തിക്ക് താങ്ങായി തണലായി നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ വ്യക്തിയോട് കുറച്ച് അറ്റാച്ച്മെൻ്റ് ഉള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷേ അവരിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത്, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും. പക്ഷേ ആ വ്യക്തിയുടെ ഫീലിങ്സ് നോക്കുമ്പോൾ ആ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് കുറച്ച് ഇഷ്ടം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ആ വ്യക്തിയുടെ ഏത് ടഫ് സിറ്റുവേഷനിലും ആ വ്യക്തിയുടെ കൂടെ താങ്ങായി നിന്നിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ ആ വ്യക്തിയെ ഇമോഷണലി ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി. അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഫിനാൻഷ്യലി സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് ആ വ്യക്തിയുടെ ഫീലിങ്സ് നോക്കുമ്പോൾ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സ്നേഹം കൂടുതലുണ്ട്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ സെപ്പറേഷനിലായതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെയോ കുറ്റബോധവും പശ്ചാത്താപവുമാണ് ഈ ഒരു സമയം. ഒരുപാട് തെറ്റ് നിങ്ങളോട് ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു ഫീലിങ്സ് ആയിരിക്കാം ഈ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് തോന്നുന്നത്. ഒരുപാട് കുറ്റബോധവും പശ്ചാത്താപവുമാണ് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. അത് കാരണം ആ വ്യക്തിക്ക് രാത്രിയിൽ പോലും ഉറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയായിട്ടുള്ളതും കാണുന്നു. എന്തൊക്കെയോ ഭയങ്ങൾ മനസ്സിലുണ്ട്. അത് കാരണം ആ വ്യക്തി ചാടി എഴുന്നേൽക്കുന്നു, കരയുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാണുന്നത്. നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി. അതൊക്കെ കൊണ്ട് ഈ വ്യക്തിക്ക് ഒരുപാട് കുറ്റബോധമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് വല്ലാത്ത ഹൃദയവേദനയാണ് ഈ ഒരു സമയം തോന്നുന്നത്. നിങ്ങളോട് ചെയ്ത തെറ്റുകളെ ഓർത്ത് ഈ വ്യക്തി ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ട്, പശ്ചാത്തപിക്കുന്നുണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടിയും ഇല്ല, നിങ്ങളുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഓൾറെഡി അവർ സെപ്പറേഷനിലാണ്. പക്ഷേ ഈ തേർഡ് പാർട്ടി അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഡെഫിനറ്റ്ലി ഇവിടെ കാണുന്നത്
ഈ തേർഡ് പാർട്ടി ആ പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ പേഴ്സണിന് വേണ്ടിയിട്ട് ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടി. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കുറച്ച് കൺട്രോളിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ പേഴ്സണെ ഇത്രയും നാൾ അവർ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ആ തേർഡ് പാർട്ടിയുടെ വാക്കുകൾക്ക് അപ്പുറത്തോട്ട് ആ പേഴ്സൺ ഒന്ന് ചലിക്കാൻ പോലും സാധിക്കുകയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നു. പക്ഷേ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ എനർജി നോക്കുമ്പോൾ ആ വ്യക്തി ഇപ്പോൾ അവർ തമ്മിലൊരു സെപ്പറേഷനിലായതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ പിടിച്ചെടുക്കാനായിട്ട് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇമോഷണലി ആ വ്യക്തിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി കുറച്ച് കൺട്രോളിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് തേർഡ് പാർട്ടി. ഇവിടെ തേർഡ് പാർട്ടിയുടെ എനർജി ആദ്യമേ നോക്കിയപ്പം തന്നെ ഫാമിലിയിൽ നിന്നുള്ള ഒരു ആളാണെന്നാണ് കാണുന്നത്. ഒരുപക്ഷെ ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം ഇത്. നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ? ഈ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് സെപ്പറേഷനിലായല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി അറ്റാക്സ് ആയിരിക്കാം ഈ ഒരു പേഴ്സണ് നേരിടേണ്ടി വരുന്നത്. ഒരു പക്ഷേ ഈ തേർഡ് പാർട്ടി ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ വ്യക്തി സ്വന്തം നിലനിൽപ്പിനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും പോരാടുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി എല്ലാത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തതായിട്ടാണ് കാണുന്നത്. ആ വ്യക്തിയുടെ ലൈഫ് ഒന്ന് ശരിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ വ്യക്തി കുറച്ച് സമയം, അതായിരിക്കും നിങ്ങളിലേക്ക് വരുന്ന സമയം, കുറച്ചുകൂടെ സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് ആ വ്യക്തിയുടെ കറണ്ട് എനർജിയിൽ നിങ്ങളിലേക്ക് വരും. പക്ഷെ ആ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇപ്പോൾ കാണുന്നത് തേർഡ് പാർട്ടി ഒരുപാട് ഇവരോട് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിനെതിരായി നിൽക്കുന്ന ഒരാളായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി ഈ പേഴ്സണെ വിടുന്നതായിട്ട് കാണുന്നില്ല. ഈ തേർഡ് പാർട്ടി ഈ പേഴ്സണെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് കാരണം ആ വ്യക്തി ഇപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും പോരാടുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പേഴ്സൺ എല്ലാത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് കുറച്ച് സമയം ആ വ്യക്തിയുടെ ലൈഫ് ശരിയാക്കണം എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും വിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ആ വ്യക്തിക്ക് കുറച്ച് സമയം ആവശ്യമായി ഉണ്ട് ആ വ്യക്തിയുടെ ലൈഫ് ശരിയാക്കാനായിട്ട്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഡെവിൽ എനർജി വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണിന് ചുറ്റും നെഗറ്റീവ് എനർജി ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കാണുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വേണമെങ്കിൽ ഈ പേഴ്സൺ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരാവുന്നതേ ഉള്ളൂ. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ സെപ്പറേഷനിലാണെങ്കിലും അവരൊരു ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ടാണ് കാണുന്നത്. ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ് ചുറ്റുമുള്ളത്. വേണമെങ്കിൽ ഈ ഒരു പേഴ്സണ് ഈ ഒരു ഡെവിലിൽ നിന്ന് രക്ഷപ്പെട്ട് വരാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് അതിനൊരു ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. അവരതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തേർഡ് പാർട്ടിയെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത് എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് കൺഫ്യൂഷനും പേടിയുമാണുള്ളത് മുന്നോട്ട് പോകാനായിട്ട്. മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് ഭയമാണ്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ ഫ്യൂച്ചർ നോക്കുന്ന സമയത്ത് ഈ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണമായും മൂവ് ഓൺ ചെയ്യും. ഫാമിലിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഫാമിലിയുടെ സന്തോഷമാണ് വലുത് എന്നുള്ള രീതിയിൽ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും പൂർണ്ണമായും നിങ്ങളുടെ വ്യക്തി മൂവ് ഓൺ ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്.
പക്ഷേ ഇപ്പോൾ അവർ തമ്മിൽ സെപ്പറേഷനിലാണെങ്കിലും ആ വ്യക്തിക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തേർഡ് പാർട്ടിയിൽ കാണുമായിരിക്കും, കുറച്ച് റെസ്പോൺസിബിലിറ്റി തേർഡ് പാർട്ടിയോട് കാണുമായിരിക്കും. അതെല്ലാം ചെയ്ത് തീർത്തിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമ്മൾ ആദ്യമേ നോക്കിയത്. പക്ഷെ അത് വളരെ സ്ലോ ആണ്, അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. പക്ഷേ ആ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടി സ്റ്റാറ്റസിൽ നിന്ന്, തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ഫാമിലിക്ക് വേണ്ടി മൂവ് ഓൺ ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഈ വ്യക്തി തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് വെളിയിൽ വരുന്നതാണ്. പക്ഷേ ആ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. തേർഡ് പാർട്ടി അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, തേർഡ് പാർട്ടിയോട് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കാം, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുമായി ഈ വ്യക്തി ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സോളും അവരുടെ സോളും തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കുമെന്ന് ആ വ്യക്തി വിചാരിക്കുന്നുണ്ട് ഈ ഒരു സമയം. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന പോലുള്ള ഫീലിങ്സും ഒന്നുമില്ല. പിന്നെ ആ വ്യക്തിക്ക് ചെറിയൊരു കൂടുതൽ സ്നേഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. അത് ഒരു പക്ഷേ ഈ വ്യക്തി ഇമോഷണലി സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി. അവർക്ക് അവരുടെ സിറ്റുവേഷനിൽ താങ്ങായി കൂടെ നിന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവരെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തിക്ക് കുറ്റബോധവും നിരാശയും തോന്നുന്നുണ്ട്. നിങ്ങളോട് ചെയ്ത ആ ഒരു തെറ്റുകളൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി തേർഡ് പാർട്ടിയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അവർ തമ്മിൽ ആദ്യമേ ഉണ്ടായിരുന്ന ആ ഇഷ്ടമോ അറ്റാച്ച്മെൻറ്റോ ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. തേർഡ് പാർട്ടിയുമായിട്ട് ഫൈറ്റിംഗ് ആണെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു ആക്ഷൻ എടുത്ത് തേർഡ് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും മൂവ് ഓൺ ചെയ്യുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിലേക്ക് വരുന്ന എനർജി വളരെ സ്ലോ ആണ്. പക്ഷേ നിങ്ങളിലേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള വരവായിരിക്കും ഇനി ഈ ഒരു പേഴ്സൺ. അതാണ് നമുക്ക് കാണുന്നത്. അതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ പറയുന്നത്. ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു വരവായിരിക്കും. അത് വളരെ സ്ലോ ആയിട്ടുള്ള എനർജിയാണ്. ആ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതാണ് നമുക്കിവിടെ കാണുന്നത്. ഇനി ഇവിടെ വന്ന ക്ലൂസും കൂടെ നോക്കാം നമുക്ക്. സോൾമേറ്റ് കണക്ഷൻ. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും ടെലിപ്പതിക്കലി നിങ്ങൾ കണക്റ്റഡ് ആയതും. 2001, നമ്പർ 50, നമ്പർ 14, ഹെൽത്ത് ഇഷ്യൂസ്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഡിപ്രഷനും ആങ്സൈറ്റിയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരിക്കാം. ആ വ്യക്തിക്ക് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരിക്കാം. അതായിരിക്കാം ഇത് വന്നത്. ലെറ്റർ എസ്, മിഥുനം മന്ത്, റോസ് ഫ്ലവർ. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ റോസ് ഫ്ലവർ ഇഷ്ടമായിരിക്കാം. ഷോർട്ട് ഹെയർ, നമ്പർ 41, 2019, ബേക്കർ, മകം നക്ഷത്രം. യെസ്, പോസിബിൾ എന്നുള്ളൊരു പോസിബിലിറ്റി വന്നിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് പോസിബിൾ ആണെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ടാണ് ആലോചിച്ചതെങ്കിൽ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് കാണുന്നത്. പൂരാട നക്ഷത്രം, അബുദാബി, ഇൻഡിഗോ കളർ, കുംഭം മന്ത്, ക്രേസ് ഓൺ വെഹിക്കിൾസ്, ഏപ്രിൽ മന്ത്, ഒക്ടോബർ മന്ത്, 1999, ജൂൺ മന്ത്, 1979, 2 weeks, long distance relationship, 34, 1995, letter J,
2023 Monday, letter F, Malappuram district, 1993 49 Kottayam district, Alappuzha district, yellow color, cricket, Kannur, November month, Chodi Nakshatram, number 3, 1978, 47, number 11, long hair, orange color, January, number 5, 1994, 1980, Tiruvonam Nakshatram, Delhi, Charity, Magaram month, Meenam month, 36, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വരുന്ന എനർജിയാണ്. ഒരു ഡിസിഷൻ അവർ എടുത്തു കഴിഞ്ഞു. അവർ നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു. നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഓർത്തെടുക്കുന്നു. നിങ്ങളിലേക്ക് വരുന്ന എനർജി വളരെ സ്ലോ ആണ്. പക്ഷെ നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു വ്യക്തിയുടെ വരവ്. അതാണ് നമുക്ക് കാണുന്നത്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് ഇവിടെ കാണുന്നു. ഫാമിലി മെമ്പർ ആരെങ്കിലും ആയിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരിക്കാം. ഫാമിലി ഫ്രണ്ടോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ആയിരിക്കാം. പക്ഷേ ഈ തേർഡ് പാർട്ടിയോട് ആദ്യമേ ഉണ്ടായിരുന്ന അറ്റാച്ച്മെൻറ്റോ സ്നേഹമോ ഒന്നും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നില്ല. ആ പേഴ്സൻ്റെ എനർജിയിൽ ആ തേർഡ് പാർട്ടിയോടൊരു ചെറിയൊരു സ്നേഹം കാണുന്നുണ്ട്. അതൊരു പക്ഷേ ആ തേർഡ് പാർട്ടി ആ വ്യക്തിയെ സഹായിച്ചതോ ആ വ്യക്തിയുടെ സപ്പോർട്ടായിട്ട് കൂടെ നിന്നതോ ഒക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങളോട് ചെയ്തതിനുള്ള കുറ്റബോധവും പശ്ചാത്താപവും ഈ വ്യക്തിക്കുണ്ട്. തേർഡ് പാർട്ടി മാനിഫെസ്റ്റ് ചെയ്ത് ഈ വ്യക്തിയെ പിടിച്ചെടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് ഫാമിലിക്ക് വേണ്ടി മൂവ് ഓൺ ചെയ്യുന്നതാണ് ശരി എന്നുള്ളത് തന്നെയാണ് ഫ്യൂച്ചർ എനർജി കാണുന്നത്. തേർഡ് പാർട്ടിയുടെ ഫ്യൂച്ചർ എനർജി നോക്കുന്ന സമയത്തും ആ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതും കാണുന്നുണ്ട് ഫാമിലിക്ക് വേണ്ടി. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ പേഴ്സണെ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് നടന്നു വരുന്നതാണ് കാണുന്നത്. പക്ഷേ വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത്. നടന്നാണ് വരുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള വരവാണ് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.